ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാതിരുന്ന വഴിയോര കടകൾ വൻ പോലീസ് സുരക്ഷയിൽ ഒഴിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് വ്യാപക ഒഴിപ്പിക്കൽ. മൂന്നാർ ബോഡിമെട്ട് കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള ദേശീയപാതയോരത്തെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന 92 വഴിയോരക്കടകളാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. ഇതിൽ 40 കടകൾ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഉടമകൾ സ്വമേധയാ ഒഴിഞ്ഞു. എന്നാൽ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാൻ തയ്യാറാകാതിരുന്ന 92 കടകളാണ് റവന്യൂ വകുപ്പ് വൻ പോലീസ് സുരക്ഷയിൽ പൊളിച്ചു നീക്കിയത്. മുൻപ് സമാന നടപടിക്കെതിരെ സംഘർഷ സാഹചര്യമുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ഇത്തവണ വലിയ പോലീസ് സന്നാഹം വിന്യസിച്ചായിരുന്നു ഒഴിപ്പിക്കൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളിലൊന്നായി ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങളും വഴിയോര വ്യാപാരവും ഗതാഗത ഉപദേശക സമിതി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പും ദേശീയപാത അധികൃതരും പോലീസും സംയുക്തമായി നടപടി ശക്തമാക്കിയത്. അതേസമയം 27 കടയുടമകൾ കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയിട്ടുണ്ട്. ഈ കടകളുടെ കാര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കൂവെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞു. ദേശീയപാതയോരത്ത് യാത്രയ്ക്കും ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള പരിശോധനകളും ഒഴിപ്പിക്കൽ നടപടികളും വരും ദിവസങ്ങളിലും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.